ഓഫീസുകളിലെ കോസ്പേസ് മറയാക്കിയും സൈബർ തട്ടിപ്പ് അരങ്ങേറുന്നു. തട്ടിപ്പ് അധികവും നടക്കുന്നത് കൊച്ചിയിൽ. കേരളത്തിൽ സൈബർ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് ഭൂരിഭാഗവും കറണ്ട് അക്കൗണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കോസ്പേസിലെ വിലാസം നൽകി കറണ്ട് അക്കൗണ്ട് എടുക്കും. ഇങ്ങനെ എടുത്ത അറുന്നൂറിലധികം അക്കൗണ്ടുകൾ വഴി കൊച്ചിയിൽ മാത്രം തട്ടിപ്പ് നടന്നുവെന്ന് പോലീസ് പറയുന്നു. 24 എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ ഈ വിർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്ന തട്ടിപ്പിൽ നിന്ന് നമ്മുടെ ആളുകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഡിജിറ്റൽ തട്ടിപ്പുകൾ കൂടുന്നു, പറയും. തീർച്ചയായും പ്രത്യേകിച്ച് കൊച്ചിയിലെ കാര്യം അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കൊച്ചിയിൽ നമ്മൾ എവിടെ യാത്ര ചെയ്താലും കോസ്പേസ് ഉണ്ട്, ആ ഇന്ന നമ്പറിൽ വിളിക്കുക എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ ഇരിക്കില്ല. അത്തരത്തിലെ കോസ്പേസുകളാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വീണ്ടും വില്ലന്മാരാകുന്നത്. ഇതേ സ്പേസ് തേടി വാടകയ്ക്ക് ആളുകളെത്തും. ആ വിലാസം ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കും. കറണ്ട് അക്കൗണ്ടുകൾ സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതിനാൽ അങ്ങനെ അക്കൗണ്ട് തരപ്പെടുത്തി കൊടുക്കുന്ന ഏജന്റുമാരും നഗരത്തിലുണ്ട്. അത് ബാങ്കുകളുടെ റെപ്രസെൻറ്റേറ്റീവുമാർ തന്നെയാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ എടുത്ത 600 അക്കൗണ്ടുകൾ ഉൾപ്പെടെ കൊച്ചിയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമൊക്കെയാണ് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. തട്ടിപ്പ് പണം കൈമാറാനാണ് ഈ കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്പേസിൻ്റെ അഡ്രസ്സ് എടുക്കുകയും ആദ്യ മാസത്തെ വാടക കൊടുത്ത് അവിടുത്തെ വിലാസം സ്വന്തമാക്കുകയും ചെയ്ത ശേഷമാണ് ഈ കറണ്ട് അക്കൗണ്ട് ഇവർ സ്വന്തമാക്കുന്നത്. ആ തട്ടിപ്പിന് ഉപയോഗിക്കുന്നതും ഇതേ അക്കൗണ്ടുകളാണ്. പലതവണ സൈബർ പോലീസ് കേരളത്തിലെ ബാങ്കുകൾക്ക് മുന്നറിയിപ്പ് നൽകി കറണ്ട് അക്കൗണ്ടുകൾ കൊടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന്. പക്ഷേ ബാങ്കുകൾക്കത് സാധിച്ചിട്ടില്ല. ഏതായാലും ഈ അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യാനും ഈ അക്കൗണ്ടുകൾ പൂട്ടിക്കാനുമാണ് പോലീസിൻ്റെ തീരുമാനം. അതേസമയം തന്നെ ബാങ്കുകൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.